Hello friends, welcome to the channel. We will talk about a new chair. We will talk about a durian chair. We will talk about 𝗵𝗏𝗧𝗏 chair. Low quality. Actually, 1 year ago, durian brand customer care local I actually complaining consumer for the shower close site highly correct trap 1 year normally 1 year warranty പിന്നെ ബാക്കിയുള്ള ഒരു സർവീസ് വാറണ്ടി പറയുന്നത്. അപ്പോൾ സർവീസ് വാറണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കണം. അവർ പറഞ്ഞ് നമ്മുടെ ആ ചെയർ ശരിയാക്കാൻ 3000-4000 റേഞ്ച് വരുമെന്ന് പറഞ്ഞത്. ആ നേരം കൊണ്ട് നമുക്ക് പുതിയ ചെയർ വാങ്ങിച്ചു വിടാം. അപ്പോൾ ഞാൻ ആക്ച്വലി ആമസോണിൽ നമ്മൾ ഗ്രീൻ സോളിൻ്റെ ഒരു ചെയർ പോയി ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് അല്ല, ഞാൻ ആക്ച്വലി ഫിക്സ് ചെയ്ത് നോക്കി. നമുക്ക് ഇന്ന് കാലത്ത് വന്നുള്ളൂ. ഈസിയാണ്. ഒരു എക്സിക്യൂട്ടീവ് ബോസ് ചെയർ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ടൈപ്പ് ചെയറാണ്. നമ്മൾ മുമ്പ് വാങ്ങിച്ച ടൈപ്പ് അല്ല. എന്ന് വെച്ചാൽ മുമ്പ് വാങ്ങിച്ച ടൈപ്പിന് ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ചാരി ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് അത്യാവശ്യം വെയിറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ സാധനം പെട്ടെന്ന് ഒടിഞ്ഞു കൂട്ടാം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ബോക്സ് വന്നത്. കണ്ടോ, ഇതാണ് ഗ്രീൻ സോളിൻ്റെ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ബോക്സ് ഗ്രീൻ സോളിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇതിന് 3 year വാറണ്ടി ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 year വാറണ്ടിയാണ് ഫുൾ വാറണ്ടി വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സർവീസ് വാറണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഭവങ്ങളാണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്കൊരു 7500 റേഞ്ചൊക്കെ നമുക്ക് വന്നു കേട്ടോ. ആക്ച്വലി ഇത് ഫുള്ളി ഫിറ്റഡായിട്ട് വരും. നമുക്ക് ജസ്റ്റ് ഹൈഡ്രോളിക്കിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കുക വേണ്ടോ. അപ്പോൾ ഇതാണ് ചെയർ. ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് വെച്ച സംഭവം ഉണ്ട്. അത്രേ ഉള്ളൂ സാധനം. എന്താ വെച്ചാൽ നമുക്ക് ഇതും സെപ്പറേറ്റ് വേറെ ആയിട്ട് വരിക. ഇതിൽ ജസ്റ്റ് ആ ഹൈഡ്രോളിക്ക് നിങ്ങൾക്ക് സാധനം കാണുന്നതായിരിക്കും. അത് അതിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കുക, ഈ ചെയർ എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. സെപ്പറേറ്റ് വേറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഒരു സെറ്റപ്പും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ചെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് സാധനം ഫിറ്റ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇതാണ് ചെയർ കണ്ടു. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിത് 7300 7400 റേഞ്ച് ഇപ്പോൾ ആമസോണിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈസിയായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഹൈഡ്രോളിക് ഫങ്ഷനൊക്കെ ഉള്ളതാണ്. പിന്നെ ബാക്കിയുള്ള മറ്റേ ചെയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സഡാണ് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ ചാരുമ്പോൾ ഈ ബോഡി അടക്കാണ് ചാരുക. മറ്റേതാകുമ്പോൾ നമ്മുടെ ഈ ബാക്ക് സൈഡ് മാത്രമായിട്ട് ചാരുന്ന ടൈപ്പാണ് മറ്റേ ടൈപ്പ്. അപ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ബാക്കൊക്കെ അതിൻ്റെ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ മറ്റേൻ്റെ അത് ഇഷ്യൂ ഞാൻ കാണിച്ചു തരാം. എൻ്റെ റൂമിലുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ചെയർ ഇതാണ്. ഇത് 𝗵𝗏𝗧𝗏 എന്ന് വാങ്ങിച്ചായിരുന്നു, ഡൂറിയൻ്റെ ബ്രാൻഡ്. പക്ഷേ ഇത് ഇങ്ങനത്തെ മോഡലിൽ നിന്ന് ഏത് ബ്രാൻഡായാലും നിങ്ങൾ വാങ്ങിക്കേണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഭാഗം സെപ്പറേറ്റ് ആണ് ഇതിൻ്റെ തമ്മിൽ. അപ്പോൾ നമ്മൾ ചാരുമ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ ബാക്കിലേക്ക് ചാരുന്നത്. പിന്നെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് ഫുൾ പ്ലാസ്റ്റിക്കാണ്. ആകെ ഇവിടെ ഒരു മാത്രമുള്ള ഒരു മെറ്റൽ റോഡ് വരുന്നുള്ളൂ. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ എൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ പൊട്ടിക്കുകയുണ്ടോ, ഇവിടെ കറക്റ്റ് കാണുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ, അവിടെ പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാരുമ്പോൾ ഈ സാധനം ഒന്നും കൂടി ചാരും. അപ്പോൾ ഇത് എപ്പോഴാണ് പൊട്ടി വീഴാന്ന് പറയാൻ പറ്റില്ല. തല അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വീഴുക. അപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ്. ഇത് നമ്മൾ 𝗵𝗏𝗧𝗏 10 രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വൻ നഷ്ടമാണ്. ഒരു കൊല്ലം കൊണ്ട് ഈ സാധനം അടിച്ച് പോയി. 𝗵𝗏𝗧𝗏 സാധനങ്ങളൊന്നും വാങ്ങിക്കരുത്തില്ല. പ്രത്യേകിച്ച് ഡ്യൂറിയൻ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഫർണിച്ചർ, ഡ്യൂറിയൻ ഫർണിച്ചർ ആ ഏരിയയിലേക്ക് നോക്കണ്ട. അവരെല്ലാ സാധനത്തിനും കംപ്ലൈൻറ്റ്. ഇത് മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് അവരുടെ ഡ്യൂറിയൻ ബ്രാൻഡിൻ്റെ ഫേസ്ബുക്കിൽ ഏതെങ്കിലും അവരുടെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ കംപ്ലൈൻറ്റാണ്. കംപ്ലൈൻറ്റിൻ്റെ പൂരാണ്. അപ്പോൾ ഞാൻ അവരുടെ കസ്റ്റമർ കെയർ ഞാൻ ഒരു വിലയും തരില്ലാത്തൊരു കസ്റ്റമർ കെയർ. നമ്മൾ കോൺടാക്ട് ചെയ്താൽ പോലും അവർ കോൾ ഡിസ്കണക്ട് ചെയ്യും. അങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ്. 𝗵𝗏𝗧𝗏 കോൺടാക്ട് ചെയ്തതിന് ഞാൻ ലാസ്റ്റ് കുറേ 𝗵𝗏𝗧𝗏 കോൺടാക്ട് ചെയ്തു. അവർ പക്ഷേ റെസ്പോൺസ് തരും. പക്ഷേ അവരല്ലല്ലോ സർവീസ് വാറണ്ടി തരുന്നത്. അപ്പോൾ മാക്സിമം പറയണമെങ്കിൽ നിങ്ങൾ 𝗵𝗏𝗧𝗏 വാങ്ങിക്കുക വേണ്ട, ഡ്യൂറിയൻ്റെ ഏരിയയിലേക്ക് നോക്കണ്ട. പിന്നെയും നിങ്ങൾക്ക് എത്രയും വില കുറഞ്ഞ് വേണമെങ്കിൽ തന്നെ പിന്നെ ആമസോൺ ബേസിക്കിനെ വെച്ചാൽ മതി. പക്ഷേ അതായാലും ഇങ്ങനത്തെ മോഡൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് ഏത് ബ്രാൻഡ് ആയാലും ഇങ്ങനത്തെ മോഡൽ നിങ്ങൾ വാങ്ങിക്കുക വേണ്ട. ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന മോഡലാണ്. ഇളകുന്നുണ്ടോ വെച്ചാൽ എപ്പോഴാണ് തല തിരിഞ്ഞ് വീഴാന്ന് പറയാൻ പറ്റില്ല. റിസ്ക്കാണ്, വൻ റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ മോഡൽ വാങ്ങിച്ചാൽ മതി. നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച മോഡൽ വാങ്ങിച്ചാൽ മതി. അതുകൊണ്ട് ഫിറ്റിങ്ങും ഒരു പാടില്ല. ഇത് നമ്മൾ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് ഫിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇതൊന്ന് ഇതിൻ്റെ വീഡിയോ കണ്ടവർക്ക് അതിൽ ഞാൻ ഫുള്ള് കാണിച്ചിട്ടില്ല. അതിൽ നമ്മൾ കുറേ ടൈപ്പ് പണി കൊടുത്തു. ഇതെല്ലാം ഫിക്സ് ചെയ്യേണ്ട ടൈപ്പായിരുന്നു. ഇതെല്ലാം ഊരി വെച്ചിട്ടുള്ള ടൈപ്പായിട്ട് അവർ വന്നു. പിന്നെ ഇതിൻ്റെ ഒരു മെഷാണ് കണ്ടോ. ഈ മെഷമ്മയൊക്കെ നിറച്ച് പൊടിയിരിക്കും. അങ്ങനെ ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് വാങ്ങിച്ച് വയ്ക്കായിരിക്കും നല്ലത് കേട്ടോ. ഞാനത് ഇതിൽ ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ പുതിയ ചെയറിലായിരിക്കുന്നത്. ഇപ്പോൾ നല്ല കംഫർട്ടാണ്. നമ്മുടെ കഴുത്ത് കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ ഒക്കെ കാണിച്ചു തന്നാൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല കുഷനും വരുന്നുണ്ട്. എല്ലാ സൈഡിലും ബാക്ക് സപ്പോർട്ടിലും അതുപോലെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല കുഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് നേരെ ഓപ്പോസിറ്റിലാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് ആംബ്രസ്റ്റിൽ നല്ലൊരു കുഷൻ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കിത് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനിച്ചിട്ട് പൊക്കാറുണ്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് താഴ്ത്തി കഴിഞ്ഞാൽ താഴത്തേക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ആയിട്ട് കുറയും. അങ്ങനെ എല്ലാ മോസ്റ്റ്ലി എല്ലാ ഫീച്ചേഴ്സും ഈ റേഞ്ചിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ മോഡൽ വാങ്ങിച്ചാൽ മതി. ഈ സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന മോഡൽ വാങ്ങിക്കുക വേണ്ടിട്ട്. അത് ഏത് കമ്പനിയായാലും പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിന് എക്സിക്യൂട്ടീവ് ചേർന്നാൽ പറയാം, മറ്റേന് നമുക്ക് എന്താ മറ്റേന് എർഗണോമിക്സ് ചേർന്നാൽ പറയാം. അത് ആക്ച്വലി ഇങ്ങനെ വളഞ്ഞും പിരിഞ്ഞൊക്കെ അത് പക്ഷേ വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. നമുക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ കഴുത്ത് ഇത് കണ്ടു, ഞാൻ ഇതിപ്പോൾ ലൂസാക്കി എടുക്കണം, നമുക്ക് ഇങ്ങനെ ചാരാം. അപ്പോൾ ഇത് ചാരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോഡി ഫുള്ളായിട്ടാണ് ചാരുന്നത്. മറ്റേൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഈ ബാക്ക് സപ്പോർട്ട് മാത്രം ചാരുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ മോഡൽ എടുക്കേണ്ട. എർഗണോമിക്സ് ചേർന്നാൽ അതായത് സംതിങ് അത് ശരിക്കും 6000-7000 രൂപയ്ക്കൊക്കെ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. അതെല്ലാം ഏത് ബ്രാൻഡായാലും കംപ്ലൈൻറ്റ് വരുന്നത് വെച്ചാൽ ഫുൾ പ്ലാസ്റ്റിക്കാണ് ബാക്കിലൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ വാങ്ങിയായിരിക്കും കുറച്ചും കൂടി ലാസ്റ്റിങ് കിട്ടുന്നത്. ഗ്രീൻ സോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഡയറക്റ്റ് സൈറ്റായാലും സെയിം പ്രൈസൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന് കുറേ കളർ ഓപ്ഷൻസ് അവൈലബിൾ. ഇത് മൾട്ടി കളറാണ് കണ്ടു, ബ്ലാക്കും റെഡും വരുന്ന കളേഴ്സാണ്. എനിക്ക് എൻ്റെ കുഷനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ കുഷൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നമുക്ക് ഇവിടെ കുഷൻ എക്സ്ട്രാ കുഷൻ വരുന്നുണ്ട്, ഇവിടെ കുഷൻ വരുന്നുണ്ട്, ഇതുമ്പോൾ നമുക്ക് കുഷൻ വരുന്നുണ്ട്, പിന്നെ ഇതിവിടെ കുഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈസിന് അത്യാവശ്യം വാല്യൂ ഉള്ള സംഭവം തന്നെ. പിന്നെ ഇത് മെറ്റലാണ് കണ്ടു, ചിലതിന് പ്ലാസ്റ്റിക് വരും. ആമസോൺ ബേസിക്കൻ്റെ ഇത് പ്ലാസ്റ്റിക്കാണ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വാങ്ങിക്കണ്ട. അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെയൊക്കെ നമുക്ക് മെറ്റലുണ്ടോ. ഇതാണ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് കണ്ടു. നമുക്കിത് നോക്കി കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചാരില്ല. അപ്പോൾ അത്രയ്ക്ക് ഒരു നോർമൽ സ്റ്റാൻഡേർഡ് സെയിം വരുന്ന സംഭവം തന്നെ. ഇതിൻ്റെ ബോക്സ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആമസോൺ ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് കണ്ടു. വിയന്ന എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. ഹൈ ബാക്ക് ആണ്. നിങ്ങൾ മീഡിയം ബാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കുറയിട്ടാ, വിലയും കുറയും. അതുപോലെ കാര്യം ബ്ലാക്ക് റെഡാണ് അതിൻ്റെ കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. MRP 16,000 സംതിങ് ഒക്കെയാണ്. പക്ഷേ അതിൻ്റെ പകുതി പ്രൈസ് വരുന്നുള്ളൂ. പകുതിയായിട്ടും കുറവാണ് ചെറുതെ. ഗ്രീൻ സോൾ എർഗണോമിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈയാണ് അതിൻ്റെ കമ്പനിയുടെ പേര് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് വേറെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം, ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ആമസോൺ ആകുമ്പോൾ കുറച്ച് പെട്ടെന്ന് എനിക്കൊരു 1 ഡേ ഉള്ളിൽ കിട്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ സൈറ്റിൽ കൂടെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച പിടിക്കും. അതുപോലെ ഡയറക്റ്റ് സെപ്പറേറ്റ് കൊറിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആമസോണിൽ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യപ്പെട്ടൊക്കെ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ.